തലച്ചോറിലെ ചിപ്പ് ഘടിപ്പിച്ച് കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാനുള്ള പരീക്ഷണത്തിൽ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് നടക്കുന്നത്. മനസ്സിൽ വിചാരിച്ചതുപോലെ കമ്പ്യൂട്ടർ കഴ്സർ നിയന്ത്രിക്കാൻ സാധിച്ചെന്നാണ് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ അവകാശവാദം. അശ്വജിത്ത് ചേരുന്നു. അശ്വജിത്ത്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോ പണിയാവുമല്ലോ, മനസ്സിൽ വിചാരിക്കുന്നതൊക്കെ അങ്ങനെ എല്ലാവരും അറിയാൻ തുടങ്ങിയാലല്ലേ? അതെ അതെ, അത് തന്നെയാണ് അതിലൊരു ടെൻഷൻ. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് കമ്പ്യൂട്ടറിൽ തെളിയുന്ന ഒരു സാഹചര്യം വന്നാൽ മനസ്സിൽ ഇനി സൂക്ഷിച്ച് കാര്യങ്ങൾ വിചാരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുമല്ലോ എന്നുള്ളതാണ് ഇതിലൊരു ടെൻഷൻ. പക്ഷേ അതിലെ കൗതുകവും അതിലൊരു അതിശയവും ആശ്ചര്യവും ഒക്കെ ഇതൊക്കെ സാധ്യമാവുന്നു, അല്ലെങ്കിൽ ഇത് എങ്ങനെ സാധ്യമാവുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതൊക്കെ സാങ്കേതിക വിദ്യയുടെ ഒരു എക്സ്ട്രീം ലെവലിൽ എത്തിയല്ലോ എന്നുള്ളതാണ് അതിലൊരു കൗതുകവും, അല്ലെങ്കിൽ അതിലൊരു അതിശയകരമായ സാഹചര്യം. നമ്മൾ ഒരു എന്താ പറയുക, മനുഷ്യൻ്റെ എല്ലാ അർത്ഥത്തിലും ജോലികൾ വളരെ സിമ്പിളാക്കുന്ന തരത്തിലേക്ക് ടെക്നോളജിയെ പൊതുവെ അങ്ങനെയാണല്ലോ പറയാം. നമ്മളുടെ എല്ലാ ജോലികളെയും വളരെ എളുപ്പമാക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു ബേസിക് ആയുള്ള ഡെഫിനിഷൻ. ഇത് എളുപ്പമാക്കുക എന്നല്ലും മാത്രമല്ല, വളരെ 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 ലളിതമാക്കുന്ന ഒരു പ്രക്രിയയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ആ ഗവേഷണം, ഈ AI സാങ്കേതിക വിദ്യ മനുഷ്യൻ്റെ തലച്ചോറുമായൊക്കെ ബന്ധിപ്പിച്ച് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താനുള്ള ആ ഗവേഷണം വളരെ ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. വരുന്ന വർഷങ്ങളിൽ തന്നെ ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ ഈ സാങ്കേതിക വിദ്യയൊക്കെ ഒരുപാട് വികസിക്കുന്നെന്ന് പറയുമ്പോഴും അവിടെ മനുഷ്യത്വപരമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ വൈകാരികമായ ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ആശങ്കയാണോ ഇപ്പോൾ എനിക്കുണ്ട് കേട്ടോ. അശ്വതിനുണ്ടോ അത്? തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ സാങ്കേതിക വിദ്യ മനുഷ്യൻ്റെ ജോലികളും മനുഷ്യൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാക്കുമെങ്കിലും നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് തമിഴ് സിനിമ എന്തിനെല്ലൊക്കെ കണ്ടിട്ടുണ്ട്. സാങ്കേതിക വിദ്യ മനുഷ്യനോടൊപ്പം ചേർന്ന് മനുഷ്യന് തന്നെ അത് പാരയാകുകയും മനുഷ്യന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ ആവുമോ ഇതും എന്നൊരു സംശയം കൂടെ ഞാൻ പങ്കുവെക്കുകയാണ്. കാരണം മനുഷ്യൻ്റെ തലച്ചോറിനെ ഒരു യന്ത്രവുമായൊക്കെ ബന്ധിപ്പിച്ച് അതിൻ്റെ പ്രവർത്തനം കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയാൽ അതൊരു പക്ഷേ ഗുണത്തേക്കാൾ ഏറെ ദോഷമാവുമോ എന്നൊരു ചോദ്യം കൂടെ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും ഈ സാങ്കേതിക വിദ്യ നിലവിൽ അതിൻ്റെ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അടുത്ത ഘട്ടം ഒരുപക്ഷെ വരുന്ന വർഷങ്ങളിൽ തന്നെ വരുമായിരിക്കാം. അപ്പോൾ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ അപ്പോഴും അശ്വതി, ഒരു സമാധാനമുള്ളത് ക്ലോണിംഗ് പോലെയുള്ള സാങ്കേതിക വിദ്യകൾ ഇപ്പോഴും നമ്മുടെ രാജ്യമൊന്നും അനുമതി കൊടുത്തിട്ടില്ല. മനുഷ്യരുടെ കാര്യത്തിൽ അതൊന്നും സാധ്യമല്ല ലോകത്ത് എന്ന് പറയുമ്പോഴും ഇതൊക്കെ അനുമതി ലഭിക്കുന്ന ഒരു കാലത്ത് അത് വളരെ വിദൂരമല്ല എന്ന് തോന്നുന്നു. ക്ലോണിങ്ങിലൂടെ നമ്മളെപ്പോലെ ഒരുപാട് പേരുണ്ടാവുക, നമ്മൾ ചിന്തിക്കുന്നതൊക്കെ ഇതുപോലെ ചിപ്പ് വെച്ച് പുറത്തറിയുക എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞതുപോലെ മനുഷ്യനെന്ന് പറയുന്ന രൂപത്തിൽ നിന്നും വളരെ മാറ്റം വരുന്ന ഒന്നായിരിക്കും അതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയണം. നമ്മൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് നമ്മളൊരു ഇതേ തത്സമയ റിപ്പോർട്ടിൽ നമ്മൾ പങ്കുവച്ചിരുന്നു. അതായത് ചൈനയിൽ മരിച്ചു പോയവരുടെ ഒരു ഡിജിറ്റൽ രൂപം അല്ലെങ്കിൽ ഒരു റോബോട്ടിക് രൂപം വീട്ടിൽ വാങ്ങി വെക്കുന്ന ഒരു പതിവിലേക്ക് എത്തി എന്നുള്ളതൊക്കെ. ഇതൊക്കെ ഒരു അർത്ഥത്തിൽ സാങ്കേതിക വിദ്യ ഡെവലപ്പ് ആവുന്നുള്ളതിലുപരിയായിട്ട് മനുഷ്യൻ്റെ ഈ പറഞ്ഞതുപോലെ ആശങ്കകൾ കൂട്ടുന്നു എന്നുള്ളതാണ് ഒരു സത്യമായ കാര്യം. തീർച്ചയായിട്ടും അശ്വത്തെ മികച്ചൊരു ദിവസമായിരിക്കട്ടെ. താങ്ക് യു.